നീ എക്സസൈസിൽ വരുന്ന മൂന്നാമത്തെ സൂക്ഷ്മ വ്യായാമത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് ജാനു ദൃഢീകരണ വ്യായാമം അല്ലെങ്കിൽ നീ ക്യാപ്പ് ടൈറ്റനിങ്. നമ്മുടെ കാൽമുട്ടിൻ്റെ ചിരട്ടയെ അല്ലെങ്കിൽ പെറ്റലയെ ഇറുക്കി പിടിച്ചുകൊണ്ട് അല്പനേരം ഹോൾഡ് ചെയ്യുന്നു, പിന്നീട് റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ 2-3 തവണ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്തു പോകുന്ന സൂക്ഷ്മ വ്യായാമങ്ങളൊക്കെ തന്നെ കാൽമുട്ട്, കാലിലെ മസിലുകൾ, ജോയിൻസ് ഇവയ്ക്കൊക്കെ കൂടുതൽ കരുത്ത് നൽകുന്നതാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർക്കൊക്കെ ഇത്തരം സൂക്ഷ്മ വ്യായാമങ്ങൾ ലോ ഇമ്പാക്റ്റ് എക്സസൈസ് പോലെ ചെയ്യുന്നത് വളരെ ഉചിതമാണ്. പക്ഷേ വേദന ഇല്ലാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യോഗ ചെയ്യുന്ന സമയത്ത് എല്ലാ അവസ്ഥയിലും എല്ലാ ആളുകൾക്കും എല്ലാ യോഗയും ചെയ്യാമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരാൾ യോഗ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാമെന്ന് കരുതി നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ അതുപോലെ യോഗ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ വരുമ്പോഴാണ് യോഗയ്ക്ക് പേരുദോഷവും വരുന്നത്. യോഗ ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നത്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അത് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റിയിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാകരുത്. പെയിൻ ഫ്രീ റേഞ്ചിൽ മാത്രം യോഗ പരിശീലിക്കുക. ശരിക്കും നമ്മളെല്ലാവരും യോഗ ചെയ്തു തുടങ്ങേണ്ടത് ആരോഗ്യമുള്ള സമയത്താണ്. യോഗ മാത്രമല്ല, വെൽനെസ്സിന് വേണ്ടി ചെയ്യുന്ന മറ്റ് എക്സസൈസുകളൊക്കെ തന്നെ ചെയ്തു തുടങ്ങേണ്ടത് ആരോഗ്യമുള്ള സമയത്താണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അസുഖങ്ങൾ വന്ന ശേഷം, ഉദാഹരണമായിട്ട് എല്ല് തേയ്മാനം അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇവ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വന്ന ശേഷം, പ്രായാധിക്യത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വന്ന ശേഷമൊക്കെയാണ് നമ്മൾ യോഗ അല്ലെങ്കിൽ എക്സസൈസുകളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് എങ്കിൽ അതിനു മുമ്പായിട്ട് നമ്മളെല്ലാവരും ഒരു മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ അഡ്വൈസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ജാനു ദൃഢീകരണ വ്യായാമം ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാം. ജാനു സ്ഥിരീകരണ വ്യായാമത്തിൽ നമ്മുടെ കാൽമുട്ടുകളെ ഇറുക്കി പിടിച്ചുകൊണ്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം കാൽമുട്ടുകളെ റിലീസ് ചെയ്യുക. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയാലോ? തുടങ്ങാം. കാൽമുട്ടിലേക്ക് ശ്രദ്ധ കൊടുക്കുക. കാൽമുട്ട് ഇറുക്കി പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുകയാണ്. 1 2 3 4 5 റിലീസ്. വീണ്ടും 1 2 3 4 5 റിലീസ്. കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാൻ പാകത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈറ്റാക്കി ഹോൾഡ് ചെയ്യുന്നു. 1 2 3 4 5 റിലീസ്. റിലാക്സ്. കാൽമുട്ടുകളെ അറിഞ്ഞുകൊണ്ട് വിശ്രമിക്കുകയാണ്. നീ ക്യാപ്പ് ടൈറ്റനിങ്ങിന് ശേഷം കാൽമുട്ടുകൾ അയഞ്ഞിരിക്കട്ടെ. ആ ഭാഗത്തുണ്ടാകുന്ന ഫീല് അറിഞ്ഞുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും വിശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.